സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. അവന്റെ കൃപയാലും അവന്റെ ദയയാലും അവന്റെ അനുഗ്രഹത്താലും നാം വർദ്ധിച്ചു വരേണ്ടതിന്, എല്ലാ വിഷയത്തിലും നമ്മൾ നന്മ പ്രാപിക്കേണ്ടതിന്, നമുക്കെല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ പ്രാണനെ ക്രൂശിൽ ഏൽപ്പിച്ചുകൊടുത്ത് ക്രൂശിൽ യാഗം കഴിച്ചുകൊണ്ട് മൃത്യുവിനെ, മരണത്തെ ജയിച്ചുകൊണ്ട് സകല രോഗത്തിൽ നിന്നും സകല ശാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു. അവനിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജാതിരാജാവായ കർത്താവ് വേഗത്തിൽ വരാൻ പോവുകയാണ്. അവന്റെ വരവിന് മുൻപ് തന്നെ അവന്റെ നാമത്തിൽ പാപത്തിന്റെ ക്ഷമയുണ്ടെന്നും അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടുമെന്നും അവർ അവന്റെ രാജ്യത്തിന്റെ അവകാശികളായിട്ട് മാറുമെന്നും പ്രസംഗിക്കണമെന്ന് അന്ന് യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പാപത്തിൽ നിന്നും നമുക്ക് വിടുതലുണ്ട്. സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശനവും ലഭിക്കും എന്ന സത്യം നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇവനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുക. ഈ ലോകത്തിലും സ്വർഗലോകത്തിലും അനുഗ്രഹങ്ങൾ അനുഭവിക്കുക. സങ്കീർത്തനം 55-ന്റെ 6-ാമത്തെ വാക്യം വായിക്കുന്നു. ശ്രദ്ധിക്കുക. വായിക്കുന്നു: പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്നു ഞാൻ പറഞ്ഞു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടി പോകുമായിരുന്നു. ഇവിടെ ഒരു ഭക്തൻ ഇങ്ങനെ പറയുകയാണ്. എന്താണ്? പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. നോക്കുക, ഓരോ സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ കഷ്ടതകളും നിന്ദകളും പരിഹാസങ്ങളും പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും എല്ലാം മറന്നുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്ന് ചിന്തിക്കാറുണ്ട്. ഈ ലോകത്തിൽ നാം സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്ന സമയത്തും എത്രയോ തവണ നാം ഒരുപാട് ആളുകളെ സഹായിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്തും നാം കാരണം ഒരുപാട് ആളുകൾ നന്മ പ്രാപിച്ചു എന്ന് വിചാരിക്കുമ്പോഴും പെട്ടെന്നൊരു ദിവസം ആ വ്യക്തികൾ നമുക്കെതിരെ തിരിയുന്ന സമയത്ത്, നമ്മോട് ശത്രുത പുലർത്തുന്നതായ സമയത്ത്, നമ്മെ ദുഃഖിപ്പിക്കുന്നതായ സമയത്ത്, നമ്മെ ഒറ്റപ്പെടുത്തുന്നതായ അവസ്ഥ ഉണ്ടാകുന്ന സമയം, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നാം പറന്നുപോയിട്ട് സമാധാനത്തോടെ ആയിരിക്കാം എന്ന് ചിന്തിക്കാറുണ്ട്. നിങ്ങളും ഒരുപാട് സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളെ നേരിട്ടിട്ടുണ്ടല്ലോ. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സ്വന്തക്കാർ തന്നെ നമുക്കെതിരായിട്ട് തിരിയുമ്പോൾ, നാം വിശ്വസിച്ച ആളുകൾ തന്നെ നമ്മെ വഞ്ചിക്കുമ്പോൾ, നാം ഒരുപാട് ജീവിതത്തിൽ സ്ഥാനം കൊടുത്ത ആളുകൾ, നാം ഒരുപാട് ബഹുമാനം കൊടുത്തതായ ആളുകൾ നമുക്കെതിരെ ദ്രോഹം ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായ നിരാശയും ഭാരവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവയെ സഹിക്കുവാൻ കഴിയാതെ എവിടെയെങ്കിലും പൊയ്ക്കളയാം എന്ന് ചിന്തിക്കും. പറന്നു പോകുവാൻ നമുക്ക് ചിറകുകൾ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എല്ലാവരും എന്താണ്? ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ചിലർ കുടുംബത്തിലുള്ളതായ പ്രശ്നങ്ങൾ സഹിക്കുവാൻ കഴിയാതെ കുടുംബത്തെ വിട്ടിട്ട് ഓടിപ്പോകുന്നവർ പലരുമുണ്ടല്ലോ. ചില സാഹചര്യങ്ങളെ നമുക്ക് നേരിടുവാൻ കഴിയാതെ അവിടെ നിന്നും ഒളിച്ചോടുവാൻ നാം ശ്രമിക്കാറുണ്ടല്ലോ. ഈ ഭക്തൻ പറയുകയായിരുന്നു, അയ്യോ, എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയിട്ട് വിശ്രമിക്കുമായിരുന്നുവെന്ന്. കൊടുങ്കാറ്റിനെയും പെരുങ്കാറ്റിനെയും വിട്ടിട്ട് ഓടിപ്പോയി ഞാൻ വിശ്രമിക്കുമായിരുന്നുവെന്ന്. കൊടുങ്കാറ്റും പെരുങ്കാറ്റും എന്ന് പറയുമ്പോൾ, കൊടുങ്കാറ്റ് വീശുന്നതായ സമയത്ത് അപകടകരമായ സന്ദർഭമുണ്ടാകുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ കാര്യമാണല്ലോ. ഒറ്റയടിക്ക് വീശുന്നതായ കൊടുങ്കാറ്റ് കാരണം വീട്ടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകും, വൃക്ഷങ്ങൾ ഒടിഞ്ഞു വീഴും. അങ്ങനെ ഒരുപാട് രീതിയിലുള്ളതായ അപകടങ്ങൾക്ക് നാം ഇരയാകും. ഈ കാലത്ത് എത്രയോ ആളുകൾ എല്ലാം സുഖമായി പോകുന്നു എന്ന് ചിന്തിക്കുമ്പോഴും പെട്ടെന്നുണ്ടാകുന്നതായ അപകടങ്ങൾ കാരണമായി ദുഃഖങ്ങൾ, വേദനകൾ ഉണ്ടാകുന്നതായ സമയത്ത് അത് സഹിക്കുവാൻ കഴിയാതെ ഓടിപ്പോകുന്നതായിട്ട് കാണാം. നാം വിശ്വസിച്ചതായ ആളുകൾ ഒറ്റയടിക്ക് നമുക്കെതിരെ തിരിയുമ്പോൾ
അല്ലെങ്കിൽ ഒറ്റയടിക്ക് നാം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതായ എല്ലാ പണവും നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മോഷണം പോകുന്നതായ സമയത്ത്, അല്ലെങ്കിൽ നാം ഒരുപാട് സ്നേഹിച്ചതായ വ്യക്തികൾ പെട്ടെന്നുള്ള മരണത്തിന് ഇരയായിട്ട് മാറുമ്പോൾ, നീ ഒരുപാട് വിശ്വസിച്ചിരുന്നതായ നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിക്കുന്ന സമയത്ത്, നീ ഒരുപാട് സ്നേഹിച്ച നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുമ്പോൾ, ആ സാഹചര്യങ്ങൾ നേരിടുന്നത് ഒരുപാട് കഷ്ടതയുള്ളതല്ലേ? അപമാനവും നിന്ദയും പരിഹാസവും എല്ലാം സഹിക്കുന്നത് എത്രയോ വേദനാജനകമായ കാര്യമാണ്. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തുകൊണ്ടിങ്ങനെ പ്രവർത്തിക്കുന്നു? ഞാൻ ഒരിക്കലും നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന സമയത്ത് ഇവയെല്ലാം തന്നെ സർവ്വസാധാരണമാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒരു മനുഷ്യനും നീതിമാൻ അല്ല എന്നും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എത്രയോ തവണ ഇങ്ങനെയുള്ളതായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയായി. പെരുംകാറ്റിൽ നിന്നും കൊടുംകാറ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി. പെരുംകാറ്റ് ഒരു വശത്തു നിന്നും വളരെ ശക്തിയോടെ വീശുന്നതാണ്. എന്നാൽ കൊടുംകാറ്റ് വളരെ ആഞ്ഞടിച്ച് ശക്തിയോടെ വലിയ നാശം വിതച്ച് വരുന്നതായ കാറ്റാണ്. ചുഴലിക്കാറ്റിൽ അകപ്പെടുന്നതായ വ്യക്തി ആ കാറ്റിൽപ്പെട്ടിട്ട് എവിടെയെങ്കിലും പോയി വീഴുവാനിടയാകും. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നാം നേരിടേണ്ടതായിട്ട് വരും. നാം ഒറ്റയ്ക്കായിരിക്കുന്നതായ സമയത്ത് പിശാച് നമ്മെ പരീക്ഷിക്കുന്നതിനു വേണ്ടി, അതുപോലെ മനുഷ്യൻ നമ്മെ വഞ്ചിക്കുവാനായിട്ടും പരിശ്രമിക്കും. അനേക സന്ദർഭങ്ങളിൽ നീ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ പ്രശ്നങ്ങൾ വന്നത് നീ ഓർക്കുന്നുണ്ടല്ലോ. നിന്റെ ജീവിതത്തിൽ നീ വ്യക്തിപരമായിട്ട് ദുഃഖം അനുഭവിക്കുന്നത്, അതുപോലെ നിന്നെ തന്നെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് ആരോ നിനക്കെതിരായിട്ട് ദ്രോഹം ചെയ്യുന്നത്, അന്യായം ചെയ്യുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത് എന്നത് എപ്പോഴും നടക്കുന്നതാണല്ലോ. നിന്റെ വീട്ടുകാർ എല്ലാം തന്നെ നിനക്കെതിരായിട്ട് തിരിയുന്നതും നിന്നെ കുറ്റം വിധിക്കുന്നതും നടക്കാറുള്ളതാണല്ലോ. എത്രയോ സ്ത്രീകൾ ഈ ദിവസം ദുഃഖിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എനിക്ക് ആശ്വാസമായിരിക്കേണ്ട സ്ഥാനത്ത് അമ്മായിയമ്മയുമായി ചേർന്നിട്ട് എനിക്കെതിരായിട്ട് വഴക്കുണ്ടാക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ട്. ഞാൻ സൗന്ദര്യമുള്ളവളല്ല എന്നും സ്ത്രീധനം കൊണ്ടുവന്നിട്ടില്ല എന്നും പറഞ്ഞ് എന്നെ നിന്ദിച്ച് സംസാരിക്കുന്നു. നീ എനിക്ക് വേണ്ട, നീയുമായുള്ള ബന്ധം എനിക്ക് വേർപെടുത്തണമെന്നും പറയാറുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകൂ എന്ന് നിന്നോട് പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് സഹോദരിമാർ ഈ കാലത്ത് ദുഃഖം അനുഭവിക്കുന്നുണ്ട്. എത്ര വേദനാജനകമായ കാര്യം! അങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ ചില സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കാനിടയാകും. വീട് വിട്ടിട്ട് ഓടിപ്പോകാനിടയാകും. ചില സമയത്ത് ഇങ്ങനെയുള്ളതായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ, മനുഷ്യർ നിന്നെ തള്ളിക്കളയുമ്പോൾ, നിന്നെ സഹായിക്കുന്നതായ ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള സത്യം നീ ഓർക്കാറുണ്ടോ? യൗവനപ്രായത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായ ഭാര്യയുടെ പക്ഷത്ത് കർത്താവ് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അന്യായം അനുഭവിക്കുന്ന ആളുകളുടെ പക്ഷത്ത് നീതിമാനായ ദൈവം നിന്ന് സഹായിക്കും. ആശ്രയമില്ലാത്തവർക്ക് അവൻ ആശ്രയമായിരിക്കുന്നു, പിതാവില്ലാത്തവർക്ക് അവൻ പിതാവുമായിരിക്കുന്നു. നീ എങ്ങനെയൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഓടിപ്പോകാമെന്ന് വിചാരിച്ചാലും ശരി, വീണ്ടും വലിയ വലിയ പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് അല്ലാതെ നിനക്ക് യഥാർത്ഥമായ സമാധാനം ലഭിക്കുകയില്ല. എന്താണ് വായിക്കുന്നത്? പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. വീട്ടിൽ ലഭിക്കാത്തതായ സമാധാനം നീ മരുഭൂമിയിൽ പോയാൽ നിനക്ക് കിട്ടുമോ? എല്ലാവരും ഇരിക്കുമ്പോൾ കിട്ടാത്ത സന്തോഷം ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിനക്ക് കിട്ടുമോ? ഈ ദിവസം അനേകം ആളുകൾ എല്ലാവരോടുമൊപ്പം ആയിരിക്കുന്നുവെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ചുറ്റുപാടും എത്രയോ ആളുകൾ ഉണ്ടെങ്കിലും ആരും തന്നെ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ടല്ലോ. എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ തന്നെ എന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും എതിർക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ളതായ വിഷാദത്തിനും
തളർച്ചയ്ക്കും ഇടം കൊടുക്കുന്നവരായിട്ട്. അങ്ങനെ അനേകം ആളുകളുണ്ടല്ലോ. ഈ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആയൊരു സാഹചര്യത്തിലാണോ ഉള്ളത്? ഈ ലോകത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും വരുന്നതായ സമയത്ത് അവയെ സഹിക്കുവാൻ പഠിക്കണമല്ലാതെ എവിടേക്കാണ് ഓടിപ്പോകേണ്ടത്, എവിടേക്ക് രക്ഷപ്പെട്ടു പോകണം? എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന സത്യത്തെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാനിടയാകണം. വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പുറത്തു പോയാൽ പുറത്ത് പ്രശ്നങ്ങൾ ഇല്ലേ? ഭർത്തൃ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ വീട്ടിൽ പോയാൽ അവിടെ നിനക്ക് പ്രശ്നമുണ്ടാകില്ലേ? നോക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ അവനിൽ മറഞ്ഞിരിക്കും. കഷ്ടതയിൽ അവർ നിലവിളിക്കും. അവസ്ഥകൾ മാറ്റുവാൻ കഴിയുന്ന കർത്താവിൽ ആശ്രയിക്കും. നിങ്ങളും അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനോട് പ്രാർത്ഥിക്കുവാൻ ശീലിക്കുക. അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന ദൈവം, പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്നതായ ദൈവം നമുക്ക് ഉണ്ട് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈ ഭക്തൻ പറയുകയാണ്, ഞാൻ എവിടേക്കാണ് പറന്നു പോകേണ്ടത്? ഞാൻ എവിടേക്ക് ഓടിപ്പോകണം? എനിക്ക് ഈ ദുഃഖം സഹിക്കുവാൻ കഴിയുന്നില്ല. 12-ാം വചനം പറയുന്നു, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. ഒരുപക്ഷെ ശത്രു എൻ്റെ നേരെ പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ അത് സ്വാഭാവികമെന്ന് പറഞ്ഞ് ഞാൻ സഹിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സ്വന്തക്കാർ എന്നെ നിന്ദിക്കുമ്പോൾ, എൻ്റെ വീട്ടുകാർ എന്നെ തള്ളിപ്പറയുമ്പോൾ അത് എങ്ങനെയാണ് ഞാൻ സഹിക്കുന്നത്? പകരത്തിന് പകരം ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. എന്നാൽ എൻ്റെ സ്വന്തക്കാർക്കെതിരെ ഞാൻ എങ്ങനെ ദോഷം പ്രവർത്തിക്കും? എൻ്റെ കൂടപ്പിറപ്പ് എനിക്കെതിരായി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവനെ ശപിക്കുന്നത്? അവനൊരു ദുഃഖം വരികയാണെങ്കിൽ അത് എൻ്റേതും കൂടിയാണല്ലോ. അവനെ ശപിക്കുവാനും കഴിയില്ല, അവനെതിരെ ഒന്നും ചെയ്യുവാനും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോകുന്നത് എന്ന് പറയുന്നു. ദാവീദിന്റെ മകനായിരുന്നതായ അബ്ശാലോം ദാവീദിന് എതിരായിട്ട് നിന്നുകൊണ്ട്, ശത്രുവായിട്ട് തിരിഞ്ഞുകൊണ്ട്, സ്വന്തം പിതാവാണ് എന്നതുപോലും ഓർക്കാതെ ദാവീദിനെ കൊല്ലുന്നതിനു വേണ്ടി, ആ രാജ്യം അവന് സ്വന്തമാക്കി തട്ടിയെടുക്കുന്നതിനു വേണ്ടി പുറപ്പെടാനിടയായി. ആ വിഷയം മനസ്സിലാക്കിയതായ ഈ ഭക്തൻ ചോദിക്കുകയാണ്, എങ്ങനെ ഞാൻ ഈ പ്രതിസന്ധിയെ മറികടക്കും? എനിക്ക് വേണമെങ്കിൽ എൻ്റെ മകനെ ജയിക്കുവാൻ കഴിയും, തോൽപ്പിക്കുവാൻ കഴിയും. എന്നാൽ അതൊരിക്കലും ന്യായമാകുന്നില്ലല്ലോ. പോട്ടെ, അവൻ തന്നെ എൻ്റെ അടുക്കൽ വന്ന് സമാധാനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ കടന്നു വന്നിട്ട് എന്നെ സംഹരിച്ചാൽ പിതാവിനെ കൊന്നവൻ എന്നുള്ളതായ പേര് എൻ്റെ മകന് വന്നു ഭവിക്കുമല്ലോ. അങ്ങനെ വലിയൊരു മായാത്ത അപമാനം എൻ്റെ മകൻ്റെ മേൽ വരുമ്പോൾ എനിക്കെങ്ങനെയത് സഹിക്കാൻ കഴിയും? ഈ അവസ്ഥ എനിക്ക് നേരിടുവാൻ കഴിയുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുവാനും കഴിയുന്നില്ല. അതുകൊണ്ട് എവിടേക്കെങ്കിലും ഓടിപ്പോകണമെന്ന് ചിന്തിക്കുന്നു. ഇതേ സാഹചര്യം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടാകാറില്ലേ? എൻ്റെ ഭർത്താവ് വലിയ ദുഷ്ടനാണ്, അവന് യാതൊരു മാനസാന്തരവുമില്ല, അവൻ്റെ ഉപദ്രവം എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല, എല്ലാ ദിവസവും എന്നെ ഉപദ്രവിക്കും, നിന്ദിക്കും, ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഈ വ്യക്തി ജീവിച്ചിരുന്നാലും മരിച്ചാലും പ്രയോജനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. എന്നാൽ അവൻ മരിച്ചുപോയാലും എനിക്കാണല്ലോ കഷ്ടം, എനിക്കാണല്ലോ കുറവുണ്ടാകുന്നത്. ഞാൻ ഉപേക്ഷിച്ചു പോയാൽ അവൻ കൂടുതൽ നശിച്ചു പോകുമോ എന്ന് ഭയന്ന്, അങ്ങനെ ഈ കുടുംബം നശിച്ചു പോകുന്നത് ഭയന്നിട്ട് ഈ ദുഃഖങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് എത്രയോ ആളുകൾ പറയുന്നുണ്ട്. നിങ്ങളുടെ പക്ഷത്ത് കർത്താവുണ്ടെന്നും നിങ്ങളുടെ കഷ്ടതയെല്ലാം അവൻ കാണുന്നുണ്ടെന്നും നിങ്ങളുടെ ദുഃഖത്തിൽ നിന്നും അവൻ നിങ്ങളെ വിടുവിക്കുമെന്നും അവൻ നിങ്ങളുടെ ഭർത്താവിനെ പ്രയോജനമുള്ളവനാക്കി മാറ്റിത്തീർക്കും എന്നും വിശ്വസിക്കുക. ഈ ദിവസം അനേകം ആളുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് വേർപെട്ടുപോയ കുടുംബ ബന്ധങ്ങൾ പണിയപ്പെടുന്നു. മദ്യപാനികളായി തനിഷ്ഠക്കാരായി ജീവിക്കുന്ന ആളുകൾ മാനസാന്തരപ്പെട്ട് നന്നായിട്ട് അവരുടെ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. അവരുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്തുന്നു. നിങ്ങളുടെ കുടുംബത്തിലും യേശു കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. നമ്മുടെ സകല ശാപത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചിരിക്കുന്നു. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി അവൻ രക്തം ഒഴുക്കിയിരിക്കുന്നു. അവൻ സർവശക്തനായിരിക്കുന്നു, സർവ അധികാരിയായിരിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിവുള്ളവനാകുന്നു. ഈ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസമർപ്പിച്ചുകൊണ്ട്
നമ്മുടെ ദുഃഖങ്ങളും വേദനകളും ഞെരുക്കങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് അവനോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശീലിക്കുക. നിങ്ങളുടെ പക്ഷത്തു നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളും ഒരുക്കമായിരിക്കുന്നു. ആ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തീർച്ചയായും മറുപടി നൽകും. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, എന്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനും അല്ല. എനിക്കെതിരെ നിൽക്കുന്ന വ്യക്തി, എന്നെ നിന്ദിക്കുന്ന വ്യക്തി എൻ്റെ ശത്രുവല്ല. ശത്രുവായിരുന്നുവെങ്കിൽ എനിക്ക് അവൻ്റെ നേരെ തിരിഞ്ഞ് അവനെ സംഹരിക്കാൻ കഴിയുമായിരുന്നു, അവനെ ശിക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്ന വ്യക്തി എൻ്റെ ശത്രുവല്ല. 13-ാം വാക്യം. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. ആരാണിവൻ? എനിക്ക് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനും. എൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ നേരെ തിരിയുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവം ഭാര്യയെ തക്കതായ തുണയായിട്ട് പുരുഷന് കൊടുക്കാനിടയായി. ആ പുരുഷന് നേരെ തൻ്റെ സ്വന്തം ഭാര്യ തന്നെ തിരിയുകയാണെങ്കിൽ അവൻ എന്തു ചെയ്യാൻ കഴിയും? കലഹിക്കുന്നവളോടൊപ്പം താമസിക്കുന്നതിനേക്കാൾ മരുഭൂമിയിൽ പോയി ഒറ്റയ്ക്കിരിക്കുന്നതാണ് നല്ലത് എന്ന് സദൃശവാക്യങ്ങളിൽ പറയുന്നു. എത്രയോ സ്ത്രീകൾ ഇന്ന് കലഹക്കാരികളായിട്ട് തീരുന്നുണ്ട്. ഭർത്താവിനെ സംശയിക്കുകയും ഭർത്താവിനെ വഞ്ചിക്കുകയും ചെയ്യുന്ന എത്രയോ സ്ത്രീകൾ ഇന്നുണ്ട്. നിങ്ങളും അങ്ങനെയുള്ള അവസ്ഥയിലാണോ? നിന്റെ ഭർത്താവിനെ നീ എപ്പോഴും ശല്യം ചെയ്യുകയാണെങ്കിൽ, അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എപ്പോഴും അവനെതിരെ ജീവിക്കുകയാണെങ്കിൽ, അവൻ്റെ വാക്കുകേൾക്കാതെ നിന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ കോപം നിന്റെ മേൽ വരുവാനിടയാകും. നിന്റെ കുടുംബം ചിതറിപ്പോകുവാനിടയാകും. തക്ക തുണയായിരിക്കേണ്ടതായ നീ ഭർത്താവിനെതിരായി തിരിയുകയാണെങ്കിൽ ആ കുടുംബം എങ്ങനെ മുൻപോട്ടു പോകും? എത്രയോ സ്ത്രീകൾ ഈ കാലത്ത് ഭർത്താവിനോട് കലഹിക്കുന്നുണ്ട്. ഭാര്യ എന്ന നിലയിൽ അനുസരണത്തോടെ നിൽക്കുകയാണെങ്കിൽ അത് നിനക്ക് ഏറ്റവും നന്മയാകുന്നു. അത് നിനക്കെത്രയോ അനുഗ്രഹമാണ്. ഭാര്യമാരെ, നിങ്ങളുടെ സ്വന്തം പുരുഷന് കീഴടങ്ങിയിരിക്കുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. തക്ക തുണയായിരിക്കേണ്ടതായ നീ തന്നെ നിന്റെ ഭർത്താവിന് ശത്രുവായി തീർന്നാൽ ആ കുടുംബം നശിച്ചു പോകും. അതുപോലെ തന്നെ എത്രയോ പുരുഷന്മാർ ഭാര്യമാരെ പരിപാലിക്കേണ്ടതായ അവർ, കുടുംബത്തെ പോറ്റേണ്ട അവർ ഭാര്യയെ അപമാനിക്കുകയും അതുപോലെ ഏതു സമയത്തും താഴ്ത്തിക്കെട്ടുകയും നിന്ദിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. തന്റെ വീട്ടുകാരുടെ മുൻപിൽ വെച്ച് ഭാര്യയെ അപമാനിക്കുന്നത്, മറ്റുള്ളവർ മുൻപിൽ വെച്ച് ഭാര്യയെ കളിയാക്കി സംസാരിക്കുന്നത് എത്ര നീചകരമായ കാര്യമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്നെ നിന്റെ ഭാര്യയെ നീ നിന്ദിച്ചാൽ അത് നിനക്കും അപമാനകരമാണെന്നത് നിനക്കറിയില്ലേ? എത്രയോ പുരുഷന്മാർ ഇന്ന് തങ്ങളുടെ ഭാര്യയെ അപമാനിക്കുന്നുണ്ട്, അവർക്കെതിരെ അന്യായം ചെയ്യുന്നുണ്ട്. പരസ്ത്രീ വ്യാമോഹത്തിൽപ്പെട്ടുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിക്കുക മാത്രമല്ലാതെ അനേക രീതിയിൽ അവരെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കുന്നു. അതുകൊണ്ട് എത്രയോ സ്ത്രീകൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട്. അവിടെയും ജീവിക്കുവാൻ കഴിയാതെ അവസാനം പെരുവഴിയിലാകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തുകൊണ്ട് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലാണോ നിങ്ങളുള്ളത്? ഈ ദിവസം നിങ്ങളുടെ കുടുംബത്തെ കെട്ടിപ്പടുക്കണം എന്ന വിഷയം നിങ്ങൾ ഓർക്കുക. കഷ്ടതയിൽ നിന്ന് നിങ്ങൾക്ക് ഓടിപ്പോകാമെന്ന് വിചാരിച്ച് എവിടെ ചെന്നാലും അവിടെയും കഷ്ടത ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കുക. നീ എവിടേക്ക് ഓടിപ്പോയാലും ശരി, നിന്റെ പ്രശ്നങ്ങൾ നിന്നെ പിന്തുടരും എന്നുള്ളതായ സത്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും കർത്താവിൻ്റെ മേൽ വയ്ക്കുക. യേശു കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളുടെ ഭാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം മതിയാകുന്നവനാണ്. എൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ നേരെ തിരിയുന്നു, എൻ്റെ സ്നേഹിതൻ എൻ്റെ നേരെ തിരിയുന്നു, എൻ്റെ പരിചയക്കാർ എൻ്റെ നേരെ തിരിയുന്നു. ഇന്ന് എത്രയോ സ്നേഹിതന്മാർ ഒരാൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നവരായിട്ടുണ്ട്, ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കുന്നവരായിട്ടുണ്ട്. ഇന്നുള്ളതായ സ്നേഹബന്ധങ്ങൾ എത്രമാത്രം നശിച്ചു പോകുന്നു എന്ന് നോക്കുക. എത്രയോ യൗവനക്കാരിന്ന് ബോയ് ഫ്രണ്ട്, ഗേൾഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പാപം ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം നശിപ്പിക്കുന്നവരുണ്ട്. എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ജീവൻ നൽകാമെന്ന് പറഞ്ഞു, അവസാനം എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ്
കരയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. എന്നെ തന്നെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ട് ഞാൻ അവൾക്ക് വേണ്ടി എത്രയോ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തു, അവസാനം എന്നെ മറന്ന് വേറൊരുവനെ വിവാഹം കഴിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതായ എത്രയോ യൗവനക്കാരുമുണ്ട്. നോക്കൂ, വിവാഹം എല്ലാ കാര്യത്തിലും ഉത്തമമായതാണ്. തെറ്റായ സ്നേഹബന്ധങ്ങളിൽപ്പെട്ടിട്ട് ആ സ്നേഹിതൻ എനിക്കെതിരെ ദ്രോഹം ചെയ്തു എന്ന് പറയുന്നത് അജ്ഞാനമാണ്. നോക്കുക, നീ വിശ്വസിക്കുന്ന ആളുകൾ നിന്നെ വഞ്ചിച്ചേക്കാം. നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന ആളുകൾ നിന്നെ വിട്ടുപോയേക്കാം. നിന്നെ സഹായിക്കാമെന്ന് പറയുന്ന ആളുകൾ നിന്നെ ഒരുപക്ഷെ വഞ്ചിച്ചേക്കാം എന്ന വിഷയം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. മനുഷ്യനെ വിശ്വസിക്കുന്ന വ്യക്തികൾ വഞ്ചിക്കപ്പെട്ടു പോയേക്കാം. അതുകൊണ്ടാണ് നിന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുവാൻ പറയുന്നത്. ദൈവത്തിന്റെ ഹിതപ്രകാരം വിവാഹം ചെയ്യുക. ദൈവത്തോട് ഭയവും ഭക്തിയുമുള്ള വ്യക്തിയുമായിട്ട് കൂട്ടായ്മ അനുഷ്ഠിക്കുക. ഒരുപക്ഷെ ആ വ്യക്തികളും നിന്നെ വഞ്ചിക്കുകയാണെങ്കിൽ വലിയ ഗുരുതരമായ ഒരു പ്രശ്നം നടന്നു എന്ന് ചിന്തിക്കാതെ, ഇത് സർവ്വസാധാരണമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിക്കാതെ, ദുഃഖിക്കാതെ, ഒളിച്ചോടുവാൻ വേണ്ടി പരിശ്രമിക്കാതെ അതിനെ നേരിടുവാൻ ശീലിക്കുക. നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന്റെ മുൻപിൽ വീണ്ടും സമർപ്പിക്കുക. അതെ, നമ്മോട് കൂടെയുള്ള ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞാലും നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഏതു സാഹചര്യത്തിന് നടുവിലും നിന്നോട് കൂടെയിരിക്കുന്നതായ ഈ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. കഷ്ടതയുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, നിന്ദയും അപമാനവും ഉണ്ടാകുമ്പോൾ, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരുമ്പോൾ യേശു കർത്താവിങ്കിലേക്ക് നോക്കുക. അവൻ ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി അവൻ കഷ്ടത അനുഭവിക്കുവാനിടയായി. നമ്മുടെ സകല ദോഷത്തെയും അവൻ വഹിച്ചു നമ്മെ വിടുവിക്കുവാനും ഇടയായി. കഷ്ടതയും ബുദ്ധിമുട്ടും ഏകാന്തതയും ഒറ്റപ്പെടലും നാം എങ്ങനെയാണ് സഹിക്കേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുവാൻ യോഗ്യനായിരിക്കുന്നതായ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഈ ലോകത്തിൽ ഈ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുമെല്ലാം എത്ര സമയമുണ്ടാകും? ഒരു കൊടുങ്കാറ്റ് എത്ര സമയമാണ് വീശുന്നത്? ഒരു കാറ്റ് എത്ര സമയം അടിക്കും? കൊടുങ്കാറ്റ് വീശുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ അതിനെ ശമിപ്പിക്കുവാന് മതിയായവനാണ് നമ്മുടെ കർത്താവ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലും ഇതുപോലെ നിന്ദയും അപമാനവും വരുന്നുണ്ടാവാം. നീ വിശ്വസിച്ച ആളുകൾ തന്നെ ഒരുപക്ഷെ നിനക്കെതിരെ തിരിഞ്ഞ് നിന്നെ വഞ്ചിച്ച അവസ്ഥയുണ്ടാവാം. നിന്റെ വീട്ടുകാർ തന്നെ ഒരുപക്ഷെ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം, നിന്നെ ഉപേക്ഷിച്ചേക്കാം. നിന്റെ സ്വന്തം ആളുകൾ, നീ വിശ്വസിച്ച ആളുകൾ ഒരുപക്ഷെ നിന്നെ തള്ളിപ്പറഞ്ഞേക്കാം. ഈ സമയത്ത് അവരിൽ നിന്നും അകന്നു പോകണമെന്ന്, ഓടിപ്പോകണമെന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ നിരാശയോടെ ഇരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഇന്ന് കർത്താവ് നൽകുന്നത്. എന്റെ അരികിലേക്ക് വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ കർത്താവ്, നീ ആയിരിക്കുന്ന രീതിയിൽ അവന്റെ സന്നിധിയിലേക്ക് വന്നാൽ, നീ ഏതവസ്ഥയിലാണ് എങ്കിലും അവന്റെ കരത്തിൽ നിന്നെ എടുക്കുവാനായി, നിന്നെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട്, നിനക്ക് സമാധാനം നൽകുന്നതിനായിട്ട് കർത്താവ് മതിയായവനാണ്. നിങ്ങൾ എവിടേക്ക് ഓടിപ്പോയാലും, എവിടെ പോയി മറഞ്ഞാലും, ആരിലൊക്കെ ആശ്രയിച്ചാലും നിനക്ക് ലഭിക്കാത്തതായ സന്തോഷവും സമാധാനവും യേശുക്രിസ്തു നൽകുവാൻ ഇടയാക്കും. അവൻ ദൂരെയെങ്ങുമല്ല, നിന്റെ അടുത്തു തന്നെയുണ്ട്. നീ വിശ്വാസത്തോടെ മുഴങ്കാൽ മടക്കി, കർത്താവേ എന്നെ നോക്കണമേ, ഈ നിന്ദയും അപമാനവും സഹിക്കുവാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അനാവശ്യമായ ചിന്തകൾക്ക് ഇടം കൊടുത്ത് നിരാശപ്പെട്ട് ഇരിക്കുകയാകുന്നു. എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന് വചനം പറയുന്നു. നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും നിനക്ക് ഒരു ദോഷവും സംഭവിക്കാതെ സമാധാനത്തോടെ ആയിരിക്കുവാൻ അവന്റെ ചിറകിൻ മറവിൽ നിന്നെ മറയ്ക്കാനിടയാകും. ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരിക. ഇപ്പോൾ തന്നെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, എത്രയോ തവണ ഞങ്ങൾ വിശ്വസിച്ച ആളുകൾ ഞങ്ങളെ വഞ്ചിച്ചപ്പോൾ, ഞങ്ങൾ സ്നേഹിച്ചതായ ആളുകൾ ഞങ്ങളെ വെറുത്തപ്പോൾ, ഞങ്ങൾ ആശ്രയിച്ചതായ ആളുകൾ ഞങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ, ഞങ്ങളുടെ സ്നേഹിതർ ഞങ്ങൾക്ക് ദോഷം ചെയ്തപ്പോൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ ഞങ്ങൾക്കെതിരെ അന്യായം ചെയ്തപ്പോൾ, ഈ താങ്ങുവാൻ കഴിയാത്ത ദുഃഖത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും ഓടിപ്പോകണമെന്ന്, പറന്നു പോകണമെന്ന്, മരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഒരുപാട് തവണ ഞങ്ങൾ നിരാശയിൽ ആയിരിക്കുന്നു. എന്നാൽ ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്നതായ ഒരു കർത്താവുണ്ടെന്നും, ഏതവസ്ഥയിലും കർത്താവിന്റെ ചെറുകിന് കീഴിൽ ഞങ്ങളെ മറയ്ക്കുവാൻ കഴിയുന്ന, കാക്കുവാൻ കഴിയുന്ന, സമാധാനത്തോടെ ഞങ്ങളെ കാക്കുവാൻ കഴിയുന്ന യേശുക്രിസ്തു ഉണ്ടെന്നുള്ള സത്യം ഈ ദിവസം ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവേ.
ആരൊക്കെയാണോ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്നത്, ഭർത്താവിനാൽ അന്യായം അനുഭവിക്കുന്നതായ വഞ്ചിക്കപ്പെട്ടതായ സഹോദരിയെ നീ ദർശിക്കുമാറാകണമേ. ഭാര്യ കാരണം കുറ്റത്തിൽ അകപ്പെട്ടുകൊണ്ട് കോടതി കയറിയിറങ്ങുന്ന ഭർത്താവിനെ നീ നോക്കണമേ. വിശ്വസിച്ചതായ കൂട്ടുകാരാൽ വഞ്ചിക്കപ്പെട്ട് ദുഃഖമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ നീ നോക്കുമാറാകണമേ. ഈ പരിസ്ഥിതി എനിക്ക് താങ്ങുവാൻ കഴിയുന്നില്ല, ഞാൻ മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരെ നീ ദർശിക്കണമേ. നിന്റെ ആണിപ്പഴുതുള്ള കരം നീട്ടി അവരുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് ഭയപ്പെടേണ്ട ഞാനുണ്ട് എന്ന വാക്കവരോട് സംസാരിക്കണമേ. നിന്റെ കരം നീട്ടിക്കൊണ്ട് അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവർക്ക് സമാധാനം കൊടുക്കുവാൻ തക്കവണ്ണം നീ അവരെ ആശ്ലേഷിക്കണമേ അപ്പ. മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ട് വഞ്ചിക്കപ്പെട്ടു പോയ എല്ലാ വ്യക്തികളെയും ഈ ദിവസം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വലിയ വിടുതൽ കൊടുക്കണമേ. അവരുടെ ഹൃദയത്തിന് സ്വസ്ഥത നീ കൊടുക്കണമേ. നിന്നിൽ ഞങ്ങൾക്ക് സമാധാനമുണ്ടെന്നും നിന്നിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും, എത്ര വലിയ കൊടുങ്കാറ്റ് ഞങ്ങളുടെ ചുറ്റും ആഞ്ഞടിച്ചാലും ശരി, എത്ര ആളുകൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാലും നിന്റെ ചെറുകിന്റെ മറവിൽ ഞങ്ങൾക്ക് സമാധാനമുണ്ടെന്ന് വിശ്വസിക്കുവാൻ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എവിടേക്ക് ഓടിപ്പോകാനാണ്? എവിടെല്ലാം ഓടിപ്പോയാലും ശരി, അവിടെയെല്ലാം കഷ്ടതയുണ്ട്. അതുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞതായ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് നാം വരുന്നതായ സമയത്ത് അവന്റെ ചെറുകിൻ മറവിൽ നിന്നെ സൂക്ഷിക്കാനിടയാകും. ഒരു ആപത്തും വരുവാതെ നിന്നെ കാക്കുവാനിടയാകും. നിന്റെ കഷ്ടതയും നിന്റെ ബുദ്ധിമുട്ടും നിന്റെ സാഹചര്യവും എല്ലാം തന്നെ അവൻ നിയന്ത്രിക്കുവാനിടയാകും. അവൻ അതെല്ലാം കൺട്രോൾ ചെയ്ത് നേരെയാക്കും. നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെങ്കിൽ ആ വിഷയം ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം അത്ഭുതം ചെയ്യുവാനിടയാകും. നിരാശപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, ഭാരപ്പെടേണ്ട. യേശു കർത്താവ് ഉണ്ട് എന്ന വിഷയത്തെ എപ്പോഴും ഓർക്കുക. എപ്പോൾ പ്രാർത്ഥിച്ചാലും അവൻ കേൾക്കും. കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളാം എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. എല്ലാ ദിവസവും ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ പരിപാടികൾ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഒരുപാട് അത്യാവശ്യമാണ്. കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംഭാവനയും സഹായവും ഓൺലൈനിൽ കൂടിയും DDMOയിൽ കൂടിയും അയക്കുക. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഓൺലൈൻ അക്കൗണ്ട് നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി 08939393939 എന്ന നമ്പറിലേക്ക് വിളിക്കുക. കർത്താവിന്റെ ഹിതമകൾ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ